അങ്ങനെ സിനിമ എന്തായാലും ഇങ്ങനെ പൂർത്തീകരിച്ചതും സിനിമ പിന്നെ അത് കഴിഞ്ഞ് ഈ സിനിമ തിയേറ്റർ നല്ല റെസ്പോൺസായിരുന്നു. 2 ആഴ്ച കൂടി തിയേറ്ററുകളുണ്ട്. സിനിമ റിലീസായ പിന്നെ പക്ഷേ OTT പ്ലാറ്റ്ഫോമിലേക്ക് നോക്കാൻ ഈ ആർട്ടിസ്റ്റ് വാല്യൂ ആണ് എൻ്റെ ഒരു മുഖ്യമായ കാരണം. എപ്പോഴും ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റുകളുടെ സിനിമ പോലും OTTയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ പെൻഡിങ്ങിൽ ഇരിക്കുകയായിരുന്നു കാരണം ആ ബിസിനസ്സുകളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്നാണ് നവാസ്കയുടെ ഒരു വിയോഗം നമ്മൾ ഉണ്ടാവുന്നത്. സലീഖാനെ എന്നെ വിളിച്ചിട്ട് പറയടാ മോനെ കാശ് നോക്കണ്ട, കാരണം അവൻ്റെ പടമല്ലേ, നമ്മളിനി അതിനകത്ത് വേറെ ഒന്നും നോക്കണ്ട, ആ പടം എല്ലാവരും കാണട്ടെ, അവനത് യൂട്യൂബിലിട്ടോ, നീ വേറെ ബിസിനസ് നോക്കണ്ട. കാരണം അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. കാരണം അദ്ദേഹം ഒരു കാശ് മുടക്കിയതാണ് സിനിമയ്ക്ക്. അപ്പോൾ അയാൾ ആ കാശിൻ്റെ കാരണം നവാസ്കയോടുള്ള സ്നേഹവും കൂടിയാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നത്. അപ്പോൾ നവാസ്ക അപ്പോൾ വിയോഗത്തിനൊപ്പം സലീഖയുടെ ഒരു വലിയ മനസ്സിന് എങ്ങനെ കടപ്പാട് തീർക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് വലിയ നന്മകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.